ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ 39ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് പാർട്ടിലേക്ക് പോയാലോ? ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കമൻ്റ് ഇടാൻ മടിയില്ലാത്തവർ കമൻ്റ് ഇടാം, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാം. ദേവയ്ക്കൊപ്പം റിസപ്ഷനിലേക്ക് വന്ന ശിവ കാണുന്നത് ഒരു പയ്യനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പാർവണിയാണ്. അതുകൊണ്ട് കണ്ടതും അവൻ്റെ സർവ്വ നിയന്ത്രണവും വിട്ടിരുന്നു. അവൻ ദേഷ്യത്തോടെ അവളുടെ അരികിലേക്ക് നടന്നെടുത്തു. ഡീ! ശിവ അലറിക്കൊണ്ട് അവളുടെ അരികിലെത്തി. ആരോ? പിന്നിൽ നിന്ന് രേവതിയുടെ വിളി കേട്ടതും ശിവ പെട്ടെന്ന് നിന്നു. രേവതി ചിരിച്ചുകൊണ്ട് അവർ ഇരുവരെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളും ആരുവിനെ കെട്ടിപ്പിടിച്ചു. ശിവ ഒന്നും മനസ്സിലാവാതെ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ആരോ, നീ എന്തവിടെ? രേവതി അവനെ നോക്കി ചോദിച്ചു. ഞാനിവിടെ അടുത്ത് വരേണ്ട ഒരാവശ്യമുണ്ടെന്ന് ചേച്ചി. അപ്പം ഇവളെ കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അപ്പം ഇവിടെ വന്നപ്പോൾ ഇവളതാ എന്നെ കണ്ടതും കരയാൻ തുടങ്ങി. ആരും ഒന്നും മനസ്സിലാവാതെ തന്നെ നിന്നും അവളെ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. എന്താ തുമ്പി, എന്താ പറ്റിയേ? രേവതി ടെൻഷനോട് ചോദിച്ചു. ഒന്നുമില്ല, പെട്ടെന്ന് ഇവനെ കണ്ടപ്പോൾ സങ്കടം തോന്നി, അതുകൊണ്ടാ. അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. അതേ സമയം ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു ദേവനും ശിവയും. അതും മനസ്സിലാക്കിയ രേവതി ആരുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണ് അർണവ്, പാർവണിയുടെ ഒരേ ഒരു ബ്രദർ, എൻ്റെയും. അത് പറഞ്ഞ ശിവയും ദേവി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ തിരികെ ഒന്ന് പുഞ്ചിരിച്ചു. ശിവയുടെ കണ്ണുകൾ പാർവണിയെ തേടിപ്പോയെങ്കിലും അബദ്ധവശാൽ പോലും അവൾ അവനെ നോക്കിയിരുന്നില്ല. അത് കണ്ട് അവൻ്റെ മനസ്സിൽ എന്തോ ഒരു സങ്കടം നിറഞ്ഞു വന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടേടി, എനിക്കിത് ഇവിടുന്ന് പോയിട്ട് വേണം ഓഫീസിലേക്ക് പോവാൻ. ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ? ആരു അവരെ ഇരുവരെയും നോക്കി ചോദിച്ചു. എന്നാ പോയിട്ട് വാ, രേവതി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാൽ പാർവണ അവൻ്റെ കയ്യിലെ പിടിവിടാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. തുമ്പി ഡീ! അവൻ അവളുടെ തൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് വിളിച്ചു. എന്നാൽ കൂടുതൽ ശക്തിയോടെ ബലമായി അവൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ്. നീ എന്താ തുമ്പി കാണിക്കണേ? അവന് പോവാൻ സമയമായി, അവൻ്റെ കയ്യിൽ നിന്ന് വിട്, രേവതി പറഞ്ഞു. പോവണ്ടാരും പ്ലീസ്, പാർവണ അപേക്ഷയോടെ പറഞ്ഞു. എന്താ തുമ്പി, എന്താ നിനക്ക് പറ്റി? എന്താന്ന് വെച്ചാൽ പറയേ, ആരും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതേസമയം പാർവണ ശിവയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി മറയുന്നതായി അവൾക്ക് തോന്നി. എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നു, ഞാൻ നിന്റെ ഒപ്പം വരും, അവൾ ബന്ധിപ്പിക്കൊണ്ട് പറഞ്ഞു. അയ്യേ, ഇതിനാണ് നീ ഇങ്ങനെ കരയണേ? അതങ്ങ് പറഞ്ഞാൽ പോരെ? വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നേക്ക്, എന്നിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് തന്നെ വരാം. ആരും അത് പറഞ്ഞതും അവളുടെ മുഖം വാടി. ഞാനിപ്പം നിന്റെ കൂടെ വരും, അവൾ ചെറിയ കുട്ടിയെ പോലെ വാശി പിടിച്ചു. തുമ്പി, വെറുതെ കളിക്കല്ലേ, ആര് ഗൗരവത്തോടെ പറഞ്ഞു. പാർവണ പൊക്കോളൂ, അത് പറഞ്ഞ് ശിവ പുറത്തേക്ക് പോയി. ഉച്ചയോടെ പാർവണ വീട്ടിലെത്തി. രേവതി അവളുടെ വീട്ടിലാക്കിയതിനു ശേഷമാണ് അവർ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്ന് ആരു വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു തൻ്റെ ഓഫീസിലേക്ക് പോയി. പെട്ടെന്നുള്ള പാർവണിയുടെ വരവ് അമ്മയും ഒന്ന് പേടിച്ചിരുന്നു. പിന്നീട് ആരു ഓഫീസിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്മയ്ക്കും സമാധാനമായി. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. രാത്രി ബാൽക്കണിയിൽ ഇരിക്കുകയാണ് ശിവ. കയ്യിലൊരു സിഗരറ്റും എരിയുന്നുണ്ട്. അവനൊരു പഫ് എടുത്ത് പുക മുകളിലേക്ക് ഊതി. താൻ എന്തിനാണ് പാർവണിയോട് അങ്ങനെ പെരുമാറിയെന്ന ചോദ്യത്തിനുള്ള ഉത്തരവും എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല. ഇന്നലെ അങ്ങനെ ഒരു രീതിയിൽ കണ്ണൻ്റെ ഒപ്പം അവളെ കണ്ടപ്പോൾ തനിക്ക് എന്തോ വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു. ആ ദേഷ്യം തന്നെയാണ് ഇന്ന് ഓഫീസിൽ വെച്ച് തീർത്തതും. പക്ഷെ എന്തിനാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്, അവൻ സ്വയം ആലോചിച്ചു. അവളുടെ കളിയിലും ചിരിയിലും എവിടേക്കോ താൻ തൻ്റെ സത്യ കണ്ടിരുന്നു. അതാണോ എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നത്? പക്ഷെ സത്യമല്ലാതെ മറ്റൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അവൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. പോകുന്ന വഴി പാർവണിയെ കോൾ ചെയ്ത് നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫാണ്. വീട്ടിൽ വന്നാൽ എപ്പോഴും കളിച്ച് ചിരിച്ച് നടക്കുന്ന പാർവണ അന്ന് പതിവിന് വിപരീതമായി മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവളുടെ ഭാവമാറ്റം വീട്ടുകാരിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടാക്കി. രേവതിയെ വിളിച്ച് എന്താണ് കാര്യമെന്ന് തിരക്കിയെങ്കിലും അതേപ്പറ്റി രേവതി ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും കണ്ണൻ ഇന്നലെ അങ്ങനെ പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് പാർവണിക്കെന്ന് രേവതിക്കും തോന്നിയിരുന്നു.
അതുകൊണ്ട് തന്നെ അവൾ ആ കാര്യം കണ്ണനെ വിളിച്ച് പറഞ്ഞിരുന്നു. കണ്ണൻ അതേക്കുറിച്ച് സംസാരിക്കാൻ പലതവണ പാർവണി വിളിച്ചുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ കണ്ണനും മനസ്സിൽ എന്തൊക്കെയോ ഭയം നിറഞ്ഞിരുന്നു. എന്നാലും അവൾ അവളെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ലായിരുന്നു. അവൾ എൻ്റെയാണ്, ഈ ആർദ്രവിൻ്റെ മാത്രം. കണ്ണൻ തൻ്റെ ഫോണിലെ പാർവണിയുടെ ഫോട്ടോയിലേക്ക് നോക്കി സ്വയം ഉരുവിട്ടു. ഫോണിലേക്ക് ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നതും അവൻ്റെ മുഖം ദേഷ്യത്താൽ നിറഞ്ഞു. ഈ മഴയിൽ മനസ്സ് പറയുന്നു, പ്രിയനെ, നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം. ഇനിയും പെയ്തു തീരാത്ത മഴക്കൊടിയിലൂടെ അകലെ നമുക്കായി വിരിഞ്ഞ മഴവില്ലിൻ്റെ ഏഴഴക് തേടിയുള്ള യാത്ര. ആ നേരം നിന്നോട് ചേർന്നിരിക്കുന്ന ആ നേരങ്ങളാണ് എൻ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ. ഞാനും നീയും ചേർന്ന നമ്മൾ എന്ന പ്രണയം. ഇന്ന് നിൻ്റെ ആത്മസഖി. നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്. മാത്രമല്ല, ഞാൻ മറ്റൊരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഇനി ശല്യം ചെയ്യാൻ വരരുത്, കണ്ണൻ അപേക്ഷാപൂർവ്വം പറഞ്ഞു. അതിനെന്താ ബേബി? ബേബി ആരാന്ന് വെച്ചാൽ സ്നേഹിച്ചോ, എന്ന് വെച്ച് എന്നോട് സ്നേഹിക്കരുതെന്ന് പറയരുത്. അതെൻ്റെ ഇഷ്ടമാണ്, ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കരുത് എന്നൊക്കെ. അത് കണ്ടതും കണ്ണൻ ആകെ ദേഷ്യം കയറി. അവൻ കയ്യിലെ ഫോൺ ദേഷ്യത്തോടെ താഴേക്ക് എറിഞ്ഞു. ഫോൺ കഷ്ണങ്ങളായി തെറിച്ച് മുറിയുടെ പല ഭാഗങ്ങളിലേക്കായി വീണു. അവൻ മുടിയിൽ കൈ കോർത്ത് ബെഡിലേക്ക് കിടന്നു. തുമ്പി, നീ എന്തെന്നെ മനസ്സിലാക്കാത്തെ? അവൻ ഉറക്കെ അലറി. പിറ്റേ ദിവസം അമ്മ ഓഫീസിലേക്ക് തിരിച്ചു പോയതിനെ കുറിച്ച് പലവട്ടം ചോദിച്ചുവെങ്കിലും പാർവണ ഓരോന്ന് പറഞ്ഞ് പതിയെ ഒഴിഞ്ഞു മാറി. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. പാർവണ ഇപ്പോഴും റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. പാർവണ ഓഫീസിലേക്ക് വരാത്തതിനാൽ രേവതിയും ലീവ് തന്നെയായിരുന്നു. ഇടയ്ക്കൊരു ദിവസം രേവതി പാർവണയുടെ വീട്ടിലേക്ക് വരികയും എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവൾ വ്യക്തമായി ഒന്നും പറഞ്ഞില്ല. നീ ഇങ്ങനെ മൂഡ് ഓഫായി ഇരുന്ന ശരിയാവില്ല തുമ്പി. നീ എന്താ റൂമിന് പുറത്തേക്ക് പോലും ഇറങ്ങാത്തെ? ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ സ്വിച്ച് ഓഫ്, രേവതി ദേഷ്യത്തോട് പറഞ്ഞു. ശേഷം അവളുടെ ഫോൺ എടുത്ത് സ്വിച്ച് ഓൺ ചെയ്തു. നീ ഇങ്ങനെ മുറിക്കകത്ത് തന്നെ ഇരിക്കുന്ന കാരണമാണ് മൂഡ് ഓഫ്. നമുക്ക് പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. എനിക്ക് വയ്യടി, ഞാനിവിടെ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ, പാർവണ ബെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്ന രേവതിയോടായി പറഞ്ഞു. ഈ ഒരാഴ്ച ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെയല്ലേ നീ ഇരുന്നേ? വാ, നമുക്ക് പാടത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. അത് പറഞ്ഞ് രേവതി പാർവണിയെ കൂട്ടി പാടത്തേക്ക് ഇറങ്ങി.